ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഗെയിം ചേഞ്ചർ 5 ആണ് കളിക്കാൻ പോകുന്നത്. സോ ഇതിൽ ഒരു അടിപൊളി ഗെയിം എന്ന് വെച്ചതാണ്. സോ ഇതിൽ നമുക്ക് സെറ്റിങ്സ് പോയാൽ ക്വാളിറ്റീസ്, കൺട്രോൾസ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. കൺട്രോൾസ് പോയാൽ ലെഗസി സ്വൈപ്പ്, ഇപ്പോൾ പ്രോ ജോയ്സ്റ്റിക്കിലാണല്ലോ ലെഗസി സ്വൈപ്പ് ആൻഡ് സെറ്റിങ്സ് തന്നെ നമ്മളെ സ്കോർ കാർഡുകൾ എങ്ങനത്തെയാണ് അതൊക്കെ ഉണ്ട്. ഇതിൽ 2021 മിസ്സിങ് ആണ്. അതാണ് എനിക്ക് ആവശ്യം ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ 2022 ഇതാണ് ഇട്ടത്. T20 വേൾഡ് കപ്പ് 2022. സോ ഇതിൽ ഓപ്ഷൻ ഉണ്ട്. സോ IPL ഓപ്ഷൻ. സോ ഇതിന് ഞാൻ ഓൾറെഡി കളിച്ചതാണ്. 5 ഓവർ സീരീസാണ്. ഇതാണ് ഞാൻ കളിക്കാൻ പോകുന്നത്. സോ ഇതേമാതിരി ഇനി ഏത് ടീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ CSK ആണ് യൂസ് ചെയ്യുന്നത്. ഈസി മോഡാണ്. സോ CSK 5 ഓവേഴ്സാണ് ഓപ്ഷൻ ഉണ്ട്. സോ ഓപ്പണൻറ്റ് റിട്ടേൺസ് പ്ലേയേഴ്സ് റാൻഡംലി. ഓപ്പണൻറ്റ് റിട്ടേൺസ് പ്ലേയേഴ്സ് ടു അക്കോർഡിംഗ്. സോ നമുക്ക് റിട്ടേൺ ചെയ്ത് തന്നെ മതി. നമ്മൾ റിട്ടേൺ ചെയ്യുക, ഓരോ റിട്ടേൺ ചെയ്യേണ്ടെന്നല്ല. സോ നമ്മളിപ്പം ലാസ്റ്റ് സീസണിൽ പ്ലെയർ റിട്ടേൺ ചെയ്യുന്നവരും MS ധോണി മാത്രമാണ്. MS ധോണിനെ മാത്രമാണ്. സോ സഞ്ജു സാംസണിനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒരു പ്ലെയറിനെ എടുക്കാൻ വേണ്ടി റെഡിയാണ്. സോ ഓപ്ഷൻ. സോ ഫസ്റ്റ് ലിസ്റ്റ് മാർക്ക് ലിസ്റ്റാണ്. ഇതാണ് മെയിൻ ലിസ്റ്റ്. ഇതിലൊരു 2-3 പ്ലേയേഴ്സിനെ ഞാൻ എടുക്കും. സോ നോക്കാം നമുക്ക് 2-3 പ്ലേയേഴ്സിനെ എടുക്കാൻ പറ്റുമെന്ന്. ഇത് ഇവിടെയുള്ള ഇത് കൊടുത്ത ഫസ്റ്റ് വിരാട് കോഹ്ലി ഫസ്റ്റ് പ്ലെയർ. വിരാട് കോഹ്ലിനെ എന്തായാലും എനിക്ക് എടുക്കണമെന്നുണ്ട്. ഇതുവരെയായിട്ട് ഞാൻ വിരാട് കോഹ്ലിനെയും രോഹിത് ശർമ്മേനെയും ടീമിൽ ഞാൻ എടുത്തിട്ടില്ല. ആരെങ്കിലും ഒരാളെനിക്ക് എടുക്കണം. വിരാട് കോഹ്ലി ഓർ രോഹിത് ശർമ്മ. ഈ 2 പേരിൽ ആരെങ്കിലും ഞാൻ എടുക്കാൻ വേണ്ടി തീരുമാനത്തിലാണ്. ലാസ്റ്റ് ഞാൻ ലാസ്റ്റിൽ നമുക്ക് എടുക്കാം. കാരണം നല്ല ബിഡ് പോകും. സോ നമ്മൾ മാത്രമാണ് റിട്ടേൺ ചെയ്തത്. MS ധോണിനെ മാത്രമാണ് ഞാൻ റിട്ടേൺ ചെയ്തത്. വിരാട് കോഹ്ലി 5.50 GT. പഞ്ചാബ് 5.75. വിരാട് കോഹ്ലി 6.25. രാജസ്ഥാൻ 650 LSG. 675 PBKS. 7 crores KKR. 725 PBKS. 750 GT. 775 Rajasthan Royals. 8 crores Lucknow. 8.25 SRH. 8.50 LSG. 8.75 RCB. 9 CSK. 9 crores. 9.25 RCB. 9.50 CSK. 9.75 MI. 10 crores CSK. 10.25 Gujarat. 10.50 CSK. 10.75 RCB. 11 crores CSK. 11.50 CSK. 11.75 SRH. 12 CSK. ഗൈസ്, ഇത് ഞാൻ വിരാട് കോഹ്ലിനെ കിട്ടാൻ നല്ലൊരു ബയ്യാണ്. വിരാട് കോഹ്ലിന് എത്ര ഓടി പോയാലും എടുക്കണം എന്നാണ് എൻ്റെ ഒരു ഇതുള്ളത്. ഈ 100 crores പോയാലും ഞാൻ എടുക്കുന്നുള്ളൊരു തീരുമാനത്തിലാണ് വിരാട് കോഹ്ലിനെ. അതാണ് ഞാൻ നോക്കുന്നത്. 14 crores-നൊന്നും ഒരിക്കലും കിട്ടൂല വിരാട് കോഹ്ലി. 18 മുകളിലുണ്ടായിരുന്നു പോകും. നല്ല കോടികൾ പോകുന്നുണ്ട്. വിരാട് കോഹ്ലി LSG എല്ലാവരും വന്ന് 16 crores. വിരാട് കോഹ്ലിന് ഒരു 25 crores ഞാൻ വെക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു 100. രോഹിത് ശർമ്മ ഉണ്ടല്ലോ, അതുകൊണ്ട് രോഹിത് ശർമ്മ എന്തായാലും 100 കോടിയാണ്. കാരണം ഓപ്പണേഴ്സ് സെറ്റാവുന്നുണ്ട്. ഈ ടീമിനൊരു ഓപ്പണേഴ്സ് ഉണ്ടെങ്കിൽ, വിരാട് കോഹ്ലി ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഓപ്പണിങ് സെറ്റാവും. ഒരു 20 പ്ലേയേഴ്സിനെ ഞാൻ എടുക്കാൻ പോകുന്നത്. 20 മെമ്പേഴ്സ്.
പിന്നെ എൻ്റെ ടീം എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് നോക്കണം. വിരാട് കോഹ്ലി സോൾട്ടിനെടുത്താലോ എൻ്റെ സോൾട്ടും വിരാട് കോഹ്ലി 19.75 crores വിരാട് കോഹ്ലി സോൾട്ട് ടു ചെന്നൈ സൂപ്പർ കിങ്സ്. അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മളെ ടീമിൽ നോക്കിക്കേ, വിരാട് കോഹ്ലി, MS ധോണി, 2 പവർഫുൾ ബാറ്റ്സ്മാൻസാണ്. MS ധോണി ആൻഡ് വിരാട് കോഹ്ലി. നെക്സ്റ്റ് പ്ലെയർ ഈസ് ഋഷഭ് പന്ത്. ഋഷഭ് പന്ത് വേണ്ട, ധോണിയൊക്കെ ഉള്ളതുകൊണ്ട്. 18.75 crores കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. യോ ഗൈസ്, ഇത് ബാക്കൊക്കെ അടിച്ചു എന്താണ്. ഓ യെസ്, ദിസ് രവീന്ദ്ര ജഡേജ. എടുക്കണമെന്ന് മനസ്സ് പറയുന്നുണ്ട്, എടുക്കണ്ടെന്ന് മനസ്സ് പറയുന്നുണ്ട്, എന്താ ഇപ്പം ചെയ്യാമെന്ന് മനസ്സ് പറയുന്നുണ്ട്. സോ പോയി നോക്കാം. എത്ര കോടി വരെ എനിക്ക് പോവാന്നറിയില്ല. ഒരു 2-3 മെമ്പേഴ്സിന് എടുക്കണം ഗൈസ് ഈ സെറ്റിൽ. ജഡേജന് എടുക്കണം എന്നുണ്ട് ഗൈസ്. എടുക്കാൻ പറ്റും. നിങ്ങളിതുവരെയായിട്ടും ചാനൽ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പം ഇതേമാതിരി എല്ലാം ചെയ്താൽ നിങ്ങൾക്ക് ഇതേമാതിരി പുതിയ പുതിയ ക്രിക്കറ്റ് വീഡിയോസ്, ഓപ്ഷൻ വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റും കൂടി ചെയ്യും. ഇതിൻ്റെ പാർട്ട് 2 ഒക്കെ ഉണ്ടാവും ഗൈസ്. അല്ലാണ്ട് വൺ ഡേ തന്നെ തീർക്കാൻ പറ്റില്ല. ഇതേമാതിരി ഇതിൻ്റെ ബാറ്റ്സ്മാൻ സ്റ്റെപ്സും കൂടി കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ അത് ഒരു 3 മെമ്പേഴ്സ് ഈ സെറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഞാൻ സ്കിപ്പ് ചെയ്യും. ശിവനൊരു 18 കോടി എന്ന് വെച്ചിട്ടുണ്ടാവും. അവിടെ 78 crores അങ്ങനത്തെ ബാക്കി ഉണ്ടാവും. 75-ൻ്റെ ഉള്ളിലുണ്ടാവും തോന്നുന്നു ബാക്കി. കുറച്ചിലെന്തായാലും നല്ല കോടികൾ ആവശ്യമുണ്ട്, നല്ല കോഴ്സ് ആവശ്യമുണ്ട്. പിന്നെ അത് സ്കിപ്പൊക്കെ ചെയ്യണമെങ്കിൽ നല്ല പോയിൻറ്റ്സ് ആവശ്യമുണ്ട്. അപ്പോൾ കോടികൾ ഇങ്ങനെ ഇപ്പം വേസ്റ്റാക്കിയാൽ പിന്നെ ലാസ്റ്റിലേക്ക് പിന്നെ 20 മെമ്പേഴ്സിനെങ്കിലും ഞാൻ മിനിമം എടുക്കാൻ നോക്കാം. പിന്നെ ലാസ്റ്റ് 5 crores ഉണ്ടായാൽ മതി. ലാസ്റ്റ് 5 പേർക്ക് പിന്നെ അൺക്യാപ്ഡ് ബാറ്റ്സ്മാൻസ് വരും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഇവിടെ രവീന്ദ്ര ജഡേജ 13.75 ഒരു ബിഡും കൂടി ആരെങ്കിലും ഇടട്ടെ. ഇല്ലേ, നമ്മൾ തന്നെ ഇടേണ്ടതാണല്ലോ. ചെമ്പരത്തി നല്ല ചെമ്പരത്തി, വഴിയത്തെ നല്ല ചെമ്പരത്തി, അഴിയ നല്ല ചെമ്പരത്തി, ചെമ്പരത്തി നല്ല ചെമ്പരത്തി. 17.50 SR. ഞാനൊന്ന് എടുക്കട്ടെ. 17 15.75. ഓ RCB എല്ലാവരും കൂടി വരില്ല, നിർത്ത്, സ്റ്റോപ്പ്, മതി, ഇത്ര മതി. ഓ കൊൽക്കത്ത, ഞങ്ങളൊക്കെ നിങ്ങളോട് എന്താണ് ചെയ്തത്? എനിക്കൊരു 16 ഇതിൽ RCB. വിരാട് കോഹ്ലിനെ നിങ്ങൾ എടുത്തില്ല, ജഡേജനെ എടുക്കണ്ടെന്നൊക്കെ. പിന്നൊരു സ്പിൻ ബോളറിന് എടുക്കണം, പിന്നെ ഒരു ഫാസ്റ്റ് ബോളറിന് എടുക്കണം. ഈ സെറ്റിൽ തന്നെ ഞാൻ ബുംറേനെ എടുത്താൽ കഴിഞ്ഞു. ബുംറേനെ എടുക്കാനുണ്ടാവും. ഈശ്വര, ബുംറ എടുത്തില്ലെങ്കിൽ പിന്നെ സിറാജ്, മിച്ചൽ സ്റ്റാർക്ക്, ബോൾട്ട്, ഈ 3 പേരെന്തായാലും ടീമിനും ആവശ്യമുള്ള പ്ലേയേഴ്സാണ്. സോ ബുംറ ഈ ടീമിലില്ല. അതിന് പകരം രവീന്ദ്ര ജഡേജ സോൾട്ട് CSK. 5 ഓവേഴ്സിൽ ജഡേജക്കൊക്കെ ഓവർ നല്ല. സൂര്യകുമാർ യാദവ് വേണമെന്നുണ്ട്, പക്ഷെ വേണ്ട. ലക്നൗ സൂപ്പർ ജയൻസിന്. സോ നമ്മളെ സ്ക്വാഡിൽ നോക്കുകയാണെങ്കിൽ ഇതാ MS ധോണി, രവീന്ദ്ര ജഡേജ, വിരാട് കോഹ്ലി. ഇപ്പോഴുള്ളതിന് നല്ല അടിപൊളിയാണ്. ഡൽഹി ക്യാപിറ്റൽസ് ആരും എടുത്തില്ല, പഞ്ചാബ് ആരും എടുത്തില്ല, കൊൽക്കത്ത ഋഷഭ് പന്ത്, മുംബൈ ഇന്ത്യൻസ് ആരും എടുത്തിട്ടില്ല, രാജസ്ഥാൻ റോയൽസ് ആരും എടുത്തിട്ടില്ല, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആരും എടുത്തിട്ടില്ല, ഹൈദരാബാദ് ആരും എടുത്തിട്ടില്ല, ഗുജറാത്ത് ആരും എടുത്തിട്ടില്ല, ലക്നൗ എടുത്തിട്ടുണ്ട്. സൂര്യകുമാർ യാദവ്. ഞാനാണിപ്പോൾ 2 പ്ലെയറിനെ എടുത്തൊരു ബെസ്റ്റ് ടീം. KL രാഹുൽ. വിരാട് കോഹ്ലിൻ്റെ കൂടെ നല്ലൊരു ഓപ്പണിങ്, പക്ഷേ നല്ല കോടിയുണ്ട്. യെസ്, 19 crores. ഓപ്പണർ വേണമെങ്കിൽ ഋതുരാജ് കേക്ക് എടുത്ത മാതിരി ഒരു ഓപ്പണിംഗ് ആണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഒരു 3 പ്ലെയർ. ഹാർദിക് പാണ്ഡ്യ,
ഞാൻ പ്ലെയർ ലിസ്റ്റ് ഇപ്പോൾ കാണിച്ചു തരാം. ഇതിൽ ഞാൻ എടുക്കാൻ തീരുമാനിക്കുന്നില്ല. ട്രേവിസ് ഹെഡ്, പാറ്റ് കമ്മിൻസിനെ നോക്കി. കമ്മിൻസ് വരുന്നതായിരിക്കും സ്കിപ്പ് ചെയ്ത് കൊടുക്കാൻ. ഇതായിരിക്കും മുംബൈയിൽ നിന്നാണ് കാണിക്കുന്നത്. രോഹിത് ശർമ്മ, RCB, വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ. അടിപൊളിയായിരിക്കുമല്ലോ. MS ധോണിയും MSK വേഴ്സസ് രോഹിത് ശർമ്മ. ബെസ്റ്റ് ഇന്ത്യൻ ടീമാണ് ഞങ്ങളുടെ ടീമുകളൊക്കെയാണ്. ജഡേജ, വിരാട് കോഹ്ലി, MS ധോണി, ജസ്പ്രീത് ബുംറ. ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഒരു 17 മുകളിലുണ്ടാവും. 18.75. Shimon Hetmyer and Ken Cross Delhi Capitals എടുത്തു. ട്രേവിസ് ഹെഡ് ഓർ പാറ്റ് കമ്മിൻസ്. ട്രേവിസ് ഹെഡ് ആണെന്ന് തോന്നുന്നു. വിട്ടുപോയിട്ട് നമുക്കിവിടെ ഓക്കെ 18 crores. റസലിനെ എടുക്കാൻ നോക്കിയാലോ ഗൈസ്. ആൻഡ്രേ റസൽ വേണ്ട. കുടിക്കോ റസല്. ജോസ് ബട്ട്ലർ sold to Mumbai Indians. ഡേവിഡ് ബർണർ എടുക്കണം. സഞ്ജു സ്പെഷ്യൽ സാംസൺ. രാജസ്ഥാനിലായിരിക്കും. നല്ല മുംബൈ ഇന്ത്യൻസിലോ അങ്ങനെയാണെങ്കിൽ മുംബൈത്തെ ആരെങ്കിലും എടുക്കുന്നത്. കമ്മിൻസ് വിഡൂല. പാട്രിക് കമ്മിൻസ് അടിപൊളി ഫേസ് ബോളിംഗ് അറ്റാക്ക് വേണം. നല്ലൊരു 5 ഫേസ് ബോളിംഗ്, 5 മെമ്പേഴ്സ് ഫേസ് ബോളിംഗ്, ഒരു 3 സ്പിന്നർ, പിന്നെ ഓൾറൗണ്ടറിൽ സ്പിന്നേഴ്സ് വരുന്നു. സോ അത്ര മതി. GT ഗുജറാത്ത് ടൈറ്റൻസ്, CSK. GT വേഴ്സസ് CSK. GT വേഴ്സസ് എനിക്ക് തോന്നുന്നു മിനിമം ഒരു 15 കോടി ഉള്ളിൽ കിട്ടും. അറിയില്ല, നോക്കണം. 5 കോടി ഇപ്പം തന്നെ ആയല്ലോ. പാറ്റ് കമ്മിൻസ് അധികം കൂടി പോയ ആളായിരുന്നു, പക്ഷേ കുറച്ച് കുറഞ്ഞു. മിച്ചൽ സ്റ്റാർക്കായിരുന്നു അധികം കൂടി പോയത്. പക്ഷെ ഇവർ കമ്മിൻസിനെ താണ്ടാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇവർ കമ്മിൻസ് സോൾഡ് ആവണമെങ്കിൽ ഒന്നെങ്കിൽ എൻ്റെ ടീമിൽ, അല്ലെങ്കിൽ ലക്നൗ, DC, ഈ 3 ടീമിലായിരിക്കും. ഞാൻ എന്തായാലും വിടാൻ തീരുമാനിച്ചില്ല. ഗുജറാത്തിനും സോൾഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഒരു ഇടയിൽ കയറി വരാം. ഇപ്പം നമുക്കൊരു ഇടയിൽ കയറി വന്നൊരു ട്വിസ്റ്റ് കൊടുത്തേക്കാം. ഇതാ ട്വിസ്റ്റ് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ച DC വന്നിട്ടില്ല. അപ്പം ഞാനൊരു ട്വിസ്റ്റ്, അടുത്ത ട്വിസ്റ്റ് കമ്മിൻസ് നല്ല ഗോളി കൊണ്ട് അതിൻ്റെ ഇടയിലൊരു ഫോൺ കോളും വന്നു. സോറി ഗൈസ്, ഫോൺ കോൾ വന്നു. അപ്പോൾ സോൾഡ് ആയിട്ടുണ്ടായിരുന്നു ഗായ്സ്. ഡൽഹിയിലായിരിക്കും. അപ്പം എനിക്ക് തോന്നിയ ടീം തന്നെയാണ്. ഡൽഹി വിടുന്നില്ല ഗൈസ്. ഞാൻ ഇറങ്ങാണ്ട് പോയില്ല, ഞങ്ങൾ തന്നെ വിട്ടോണ്ട്. കമ്മിൻസ് എന്തായാലും മസ്റ്റ് ഫോർ ടീം. മാസ്റ്റർ ബ്ലാസ്റ്റർ ഇൻ ദ റാസ്റ്റർ. അതട്ട് കമ്മിൻസ്. ഇപ്പോൾ പ്ലേയേഴ്സിൽ കമ്മിൻസ്, MS ധോണി, രവീന്ദ്ര ജഡേജ, വിരാട് കോഹ്ലി 4 പവർഫുള്ളായ പ്ലേയേഴ്സാണ്. ഫിനിഷർ, സ്റ്റാർട്ടർ വിരാട് കോഹ്ലി, സ്റ്റാർട്ടർ, ഫിനിഷർ ആൻഡ് ബോളർ
സോ ഇതിൽ ഇനി ട്രേവിസ് ഹെഡ്, അക്സർ റാഷിദ് ഖാൻ ഇതുള്ളൂ. സോ സ്കിപ്പ്. സോ ഇവരൊക്കെ നല്ല ടീമിൽ തന്നെ ഗുഡ് ടീംസിലാണ്. സോൾഡ് ജയ്സ്വാൾ, കൊൽക്കത്ത, എല്ലാ ലക്നൗ. സോ ഈ ലിസ്റ്റിൻ്റെ ഗെയ്ക്വാഡ് ഈസ് ദ ടാർഗറ്റ്. ഗെയ്ക്വാഡിനൊക്കെ എത്തിയില്ലെങ്കിൽ ശ്രേയസ് അയ്യറിനെ എടുത്തേക്കാം. ഗെയ്ക്വാഡ് വേണ്ട, ശ്രേയസ് അയ്യർ പ്ലസ്. ഇപ്പോൾ ശ്രേയസ് അയ്യറിനെ എടുക്കുകയാണെങ്കിൽ നല്ല കോടി പോകും. 80 ക്രോസ് പോവുകയാണെങ്കിൽ ശ്രേയസ് അയ്യറിനെ എടുക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ബാക്കി പർസ് 46 ഉണ്ടാവും. സോ 10 ക്രോസിന് ലക്നൗ സൂപ്പർ ജയൻസ് ഫാഫ് ദുപ്ലസീനെ ടീമിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ വാ ബെഡ് 10 കോടിക്ക് തരാം, ഇങ്ങോട്ട് വന്നു അങ്ങെടുത്ത് ഗൈസ്. എന്താണത്? ഹൂ ഈസ് ഡേവിഡ് വാർണർ എന്നും ഞാൻ വാർണിംഗ് തരുവേ ചെന്നൈ സൂപ്പർ കിങ്സ്. എനിക്ക് എപ്പോഴും ഇവനൊരു കണ്ണുണ്ടാവും എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡേവിഡ് വാർണറിനെ. പക്ഷെ എപ്പോഴും ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവും, വേണ്ട ഇങ്ങനെയും തോന്നും വേണമെന്നും തോന്നും, എന്താണെന്നറിയില്ല. അങ്ങനെ കിട്ടാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഹാർട്ട് അടിക്കുന്നു. കിട്ടിയെന്ന് വിചാരിച്ചിട്ട് എൻജോയ് ചെയ്യുമ്പം 10 കോടി വരെ പോയേക്കാം ഡേവിഡ് വാർണറിന്. 10 ക്രോസിന് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ശ്രേയസ് അയ്യറിന് കുറവായിരിക്കും കോടി പോകാൻ. എന്തായാലും ശ്രേയസ് അയ്യറിനെയാണ്. ഡേവിഡ് വാർണർ ആൻഡ് ശ്രേയസ് അയ്യർ 2 പ്ലേയേഴ്സ് ഈ ലിസ്റ്റിലെടുക്കും. ഗെയ്ക്വാഡില്ലെങ്കിൽ ശ്രേയസ് അയ്യറിന് 10 കോടി 14 കോടി 15 കോടി. ശ്രേയസ് അയ്യറിന് 15 ക്രോസിന് കിട്ടിയില്ലെങ്കിൽ ഋതുരാജ് ഗെയ്ക്വാഡിന് 8.25, 850, 875. ഗൈസ് ഇനിയും കോറസ് ബൈ ഉള്ളൂ. 10 ക്രോസിലാണ് ഞാൻ ഡേവിഡ് വാർണറിനെ ചൂസ് ചെയ്ത്. ഇപ്പം ഞാൻ 12 ആക്കാണ്. 12 ആക്കാണ്. ഓ 10ൻ്റെ ഉള്ളിൽ കിട്ടോ പുള്ളി. 10 എന്ന് പറഞ്ഞൊരു 25 ലാക്ക് തന്നെ. 25 ലാക്ക് കയറും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഓപ്പണേഴ്സ് ആർ സെറ്റ്. ഇവർ രണ്ടുപേരും തന്നെയാണ് ഓപ്പണിങ്. അടിപൊളി ഓപ്പണിങ് സെറ്റായി. വിരാട് കോഹ്ലി ആൻഡ് ഡേവിഡ് വാർണർ. 4th ഡൗൺ, 5th ഡൗൺ, 6th ഡൗൺ, 4th or 3rd ജഡേജ, 5th ഡൗൺ, 6th ഡൗൺ. സോ ജഡേജനെ കുറച്ച് നേരത്തെ ഇറക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള ഫിനിഷേഴ്സിനൊക്കെ ലേറ്റായിട്ട് ഇറക്കിയാൽ പോയി. മില്ലർ ഡേവിഡ് മില്ലർ എന്തായാലും ടീമിലെടുത്ത് ഇടാമെന്ന് എൻ്റെ മനസ്സിൽ ഡേവിഡ് മില്ലറിനെ ഞാൻ ടീമിലെടുത്ത് എടുത്ത് കളിക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ല 6 കളിച്ചിട്ടുണ്ട്. സോ ഡേവിഡ് മില്ലർ ഈസ് മൈ ഫേവറേറ്റ് ടാർഗറ്റ്. ഈ ടാർഗറ്റിനെ ഞാൻ വിടില്ല. ഇവന് ഒരു 8 കോടി കയറി. 8 കോടിയാണ് ഞങ്ങൾ പ്ലസ് ഞാൻ ക്ലീനിങ് ചെയ്യുകയാണ്. കാരണം 8 കോടിക്ക് കിട്ടുകയാണെങ്കിൽ ഒരു അടിപൊളി ഇതായിരിക്കും. ഡേവിഡ് മില്ലർ ചെന്നൈ എന്ന് വെച്ചാൽ അവൻ്റെ മഞ്ഞ കളർ ജേഴ്സിയിൽ മഞ്ഞ കളർ തന്നെ വന്നാൽ പൊളിക്കും. അങ്ങനത്തെ ഒരു ടീമാണ് ഞങ്ങൾ. ശരാ 8 കോടി എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ 4 കോടി. ഞാൻ ബിഡ് ചെയ്യുന്ന ആരും എന്നെ കാണുന്നില്ലേ. 5 crores ഡേവിഡ് മില്ലർ. 2 ഓസ്ട്രേലിയൻ പ്ലേയേഴ്സ്. 6 crores. വെഡ്നസ്ഡേ സൂപ്പറാണ്. ബിഡ് പോയിട്ട് ബിഗ് മാറിയത് സമയമാണ് മാറിയത്. 7.75 ലാസ്റ്റ് ബിഡ്. ഇത് 9 crores. സ്റ്റോപ്പ്. തീർന്നു. സ്റ്റോപ്പ് നിർത്താൻ പറഞ്ഞപ്പോൾ ടീമിലേക്ക് എടുക്കാം. ഇപ്പോൾ ബാക്കി 40.25 crores. സോ
ശ്രേയസ് അയ്യറിനെ വേണ്ട. ഇപ്പോൾ വന്ന 3 പ്ലെയറിൽ 2 പ്ലെയർ ചെന്നൈയിലേക്ക് സോ സ്കിപ്പ് ദ പൂൾ. സോ അതെല്ലാം എവിടെ